ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയായ പ്രഹ്ലാദ് ജോഷിക്ക് അധിക ചുമതല വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത്. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം അടക്കം ഉള്ള കർത്തവ്യ ഭവന്റെ മുന്നിലാണ്. അല്പം മുമ്പ് പ്രഹ്ലാദ് ജോഷി ഇവിടെ എത്തുകയും അദ്ദേഹം പുതിയ മന്ത്രിസഭ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉദ്യോഗസ്ഥരുടെയൊക്കെ സ്ഥാനത്തിലാണ് അകത്തേക്ക് പോവുകയും ചെയ്ത് നമ്മൾ പ്രതികരണം തേടിയെങ്കിലും ഒന്നും പ്രതികരിക്കാൻ എന്താണെങ്കിലും പുതിയ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായിട്ടില്ല. കാരണം വലിയ വിവാദങ്ങൾക്ക് ഒടുവിലാണ് ഇങ്ങനെ രാജി ഉണ്ടാവുകയും പിന്നീട് പ്രഹ്ലാദ് ജോഷി ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്ത് അധിക ചുമതല അദ്ദേഹം നൽകുകയും ചെയ്ത് എന്താണെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ് മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നിലവിൽ ഈ പറഞ്ഞ ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ വിവാദങ്ങളുണ്ട്. ഇതിനൊക്കെ എങ്ങനെയായിരിക്കും അദ്ദേഹം പരിഹരിച്ചുകൊണ്ട് ഈ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാവിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അന്നേരം അദ്ദേഹം ഒന്നും പ്രതികരിക്കാൻ തയ്യാറല്ല. പിന്നീട് അദ്ദേഹം ഇവിടെ ഈ കർത്തവ്യ ഭവനിലേക്ക് കയറിപ്പോകുമ്പോഴും നമ്മൾ അദ്ദേഹത്തിന് മുന്നിൽ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചെങ്കിലും അപ്പോഴും ഒന്നും പ്രതികരിക്കാതെയാണ് എന്താണെങ്കിലും അകത്തേക്ക് പോയിരിക്കുന്നത്. കാരണം വളരെ ഒരു മോശം സമയത്താണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഉള്ളത് എന്ന യാഥാർത്ഥ്യമാണ്. വലിയ മാറ്റങ്ങൾ ആവശ്യമുള്ള സമയമാണ്. ആ സമയത്ത് എന്താണെങ്കിലും പ്രഹ്ലാദ് ജോഷിയെ പോലെ ഇത്രയധികം വലിയ പാരമ്പര്യമുള്ള അതല്ലെങ്കിൽ വലിയ പ്രവൃത്തി പരിചയമുള്ള ഒരാൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ നിലവിലത്തെ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരും കരുതുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര മന്ത്രിമാർ പ്രത്യേകിച്ച് വലിയ തരത്തിൽ പെർഫോമൻസ് കാഴ്ചവെച്ചൊരു കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല മോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത് നിൽക്കുന്ന നേതാവ് കൂടിയാണ്. നിരവധി തവണ MP ആയ ആളാണ്. എന്താണെങ്കിലും വലിയ പ്രവൃത്തി പരിചയം ഉള്ളൊരു ആളെ ഇത്തരത്തിൽ ഈ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ട് നിലവിലത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നിലവിലത്തെ പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് എന്താണെങ്കിലും പ്രഹ്ലാദ് ജോഷിയെ ഇപ്പോൾ ഈ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുകയും അദ്ദേഹം ഈ പദവിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എന്താണ് പുതിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് വലിയ ആകാംക്ഷ. അതെന്താണെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വീടിന് സന്തു പെരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.